പാട്ടും നൃത്തവും ചിത്രരചനയൊക്കെയായി നിറഞ്ഞു നിന്ന ഒരു 14-കാരിക്ക് ജീവിതം കാത്തുവച്ച ദുരന്തത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അപ്രതീക്ഷിതമായുണ്ടായ രോഗാവസ്ഥയിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിനിയായ മഞ്ജലിക ജീവിതത്തോട് പൊരുതുകയാണ്. ശ്വാസകോശം മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ 85 ലക്ഷം രൂപയാണ് ആവശ്യം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പ്ലാക്കീഴ് സ്വദേശി 14-കാരി മഞ്ജലിക വരച്ച ചിത്രങ്ങളാണിത്. ചിത്രം വര മാത്രമല്ല, പാട്ടും നൃത്തവും എഴുത്തുമെല്ലാം വഴങ്ങിയിരുന്ന മിടുക്കി. രാജേഷിനും മഞ്ജുവിനും വർഷങ്ങളായി കാത്തിരുന്നുണ്ടായതാണ് മഞ്ജലിക. ഇന്ന് മഞ്ജലികയ്ക്ക് വരയ്ക്കണമെങ്കിൽ നമ്മുടെ സഹായം വേണം. 2 മാസങ്ങൾക്ക് മുൻപ് ചെറിയൊരു ജലദോഷം വന്നു. ഗുരുതരമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുത്ത ന്യൂമോണിയ മൂലം ശ്വാസകോശ ഭിത്തികൾ തകർന്നതായി കണ്ടെത്തി. ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. പെട്ടെന്നൊരു ദിവസം ശ്വാസം മുട്ടൽ വന്ന് വയ്യാതായതാ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ കിടന്നു. പിന്നീട് ഈ ന്യൂമോണിയ ബാധിച്ച് കുറച്ച് ദിവസം. പിന്നീടാണ് ലെൻസിൽ ഇങ്ങനെ തകരാറ് കണ്ടെത്തിയത്, ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എക്മോ എന്ന ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ മോള് കഴിയുന്നത്. അപ്പോൾ അത് അവൾക്കിപ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നേരെയായതിനു ശേഷമേ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശ്വാസകോശം മാറ്റിവെക്കുകയാണ് പോംവഴി. അതിന് 85 ലക്ഷം രൂപ വേണം. തടിപ്പണിക്കാരനാണ് രാജേഷ്. ആകെയുള്ള വരുമാന മാർഗം കണ്ടെത്തുന്നത് തടിപ്പണിയിൽ നിന്നാണ്. മഞ്ജലികയ്ക്ക് ഇനിയും വരയ്ക്കണം, നൃത്തം ചെയ്യണം. അതിന് സുമനസ്സുകളുടെ സഹായം വേണം. എല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ രക്ഷപ്പെടുമായിരിക്കും. കാരണം ഒരു സാധാരണ പണിക്കാരനെ കൊണ്ട് ഒരു പരിമിതി ഉണ്ടല്ലോ പൈസ സംഘടിപ്പിക്കും. പൈസ ഞങ്ങളെ കൊണ്ട് എന്തായാലും പറ്റൂല. അപ്പൊ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ മോളെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഈ ശ്വാസകോശം മാറ്റിവെക്കാൻ